എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഫെൻസിലെ പവർ ഓഫ് ആയതോടെ അതിന് മുകളിലൂടെ മോൺസ്റ്റേഴ്സ് ടൗണിലേക്ക് പാഞ്ഞെടുക്കുകയാണ്. പോരാത്തതിന് മോൺസ്റ്റേഴ്സിന്റെ ഒരു പട തന്നെ ഫെൻസ് ലക്ഷ്യം വെച്ചും വരുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിരിക്കുകയാണ് പിൽച്ചർ. ഒരു ഭാഗത്ത് കറണ്ട് പോയതോടെ പരിഭ്രാന്തിയിൽ നിൽക്കുകയാണ് ജനങ്ങൾ. അതിനിടയിൽ സർവേലൻസ് റൂമിലേക്ക് വിളിക്കുന്ന ഈതൻ ഇവിടെ എന്താണ് ഈ സംഭവിച്ചതെന്ന് തിരക്കുമ്പോൾ ഫോൺ എടുത്ത പാം പിൽച്ചർ പവർ ഓഫ് ചെയ്തതാണെന്നും ഫെൻസിലെയും പവർ കട്ട് ചെയ്തു എന്നും ടൗണിലേക്ക് 6 ആബീസ് ചാടിയിട്ടുണ്ടെന്നും അതിനു പുറകിൽ ഇനി എത്ര എണ്ണം വരുന്നുണ്ടെന്ന് ദൈവത്തിന് മാത്രം അറിയാമെന്നും എല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെടാനും അറിയിക്കുകയാണ്. പിൽച്ചറിന്റെ ഈ പ്രവൃത്തി മുൻകൂട്ടി കണ്ടിട്ടാവണം അപ്പോൾ പാം തെരേസയ്ക്ക് പ്ലോട്ട് 33-ലെ ബങ്കർ കാണിച്ചു കൊടുത്തത്. സാഹചര്യം മോശമാണെന്ന് മനസ്സിലാക്കി ഹോസ്പിറ്റലിൽ നിന്ന് ബെന്നിനെയും കൂട്ടി ആ ബങ്കറിലേക്ക് വരാമെന്ന് ഈതനോട് പറഞ്ഞിട്ട് പോവുകയാണ് തെരേസ. അവിടെ കൂടിയ ആളുകളോട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്നറിയിക്കുന്ന ഈതൻ തങ്ങൾ ഒരു ബങ്കർ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പ്ലോട്ട് 33-യെ പറ്റി പറഞ്ഞു കൊടുത്ത് എല്ലാവരെയും അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ്. ആളുകൾ വെപ്രാളത്തോടെ നടക്കുമ്പോൾ ഫെൻസിന് മറുവശത്ത് നിന്നുള്ള മോൺസ്റ്റേഴ്സിനെ നേരിടാൻ തങ്ങൾക്ക് വെപ്പൺസ് വേണമെന്ന് ഓർമ്മിപ്പിക്കുന്ന കെയ്റ്റിനോട് കെയ്റ്റിന്റെ ഗ്രൂപ്പിലുള്ളവരെയൊക്കെ സഹായത്തിന് വിളിക്കാൻ പറയുകയാണ് ഈതൻ. അതോടെ തന്റെ ആളുകളെയും ഷെരീഫ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് വിളിച്ചു കൂട്ടുകയാണ് കെയ്റ്റ്. ഈ സമയം ഫെൻസിന് മറുവശത്ത് നിന്ന് 10,000-കണക്കിന് മോൺസ്റ്റേഴ്സ് ടൗൺ ലക്ഷ്യം വെച്ച് വരുന്നുണ്ടെന്ന് കാണുന്ന പാം ഫെൻസിന്റെ പവർ അവിടുന്ന് റീസ്റ്റോർ ചെയ്യാൻ 20 മിനിറ്റോളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈം വേണ്ടിവരുമെന്ന് മനസ്സിലാക്കി വെപ്രാളത്തിൽ പിൽച്ചറിന്റെ റൂം ലക്ഷ്യം വെച്ച് ഓടുകയാണ്. അതേസമയം ഹോസ്പിറ്റലിൽ ബോധം തെളിഞ്ഞ എമി തനിക്ക് ഒരു സർജറി ഒക്കെ കഴിഞ്ഞുള്ള കിടപ്പാണെന്ന് ബെന്നിൽ നിന്ന് മനസ്സിലാക്കി കിടക്കുമ്പോഴാണ് അവിടേക്ക് തെരേസ വരുന്നത്. നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോകണം, ഇവർക്ക് നടക്കാൻ പറ്റുമോ എന്ന് തെരേസ ബെന്നിനോട് തിരക്കുമ്പോൾ എമിക്ക് ഇപ്പൊ ബോധം വന്നതേ ഉള്ളൂ. എമിയെ വിട്ടിട്ട് തനിക്ക് വരാനും പറ്റില്ലെന്ന് നിൽക്കുകയാണ് ബെൻ. എമിയുടെ ഡോക്ടർ എവിടെയെന്ന് തിരക്കി നിൽക്കുകയാണ് തെരേസ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഷെരീഫ് സ്റ്റേഷനിൽ ഈതന്റെ ബുള്ളറ്റ് തറച്ച ജേസണിന് ബോധം വരികയാണ്. ഈതനും കേറ്റും മറ്റുള്ളവരും അവിടേക്ക് വന്നത് കണ്ട് ഹേയ് ഇവിടെ എന്താ നടക്കുന്നേ, ഫെൻസിൽ പവർ ഓൺ അല്ലേ എന്ന് വെപ്രാളപ്പെട്ട് തിരക്കി നിൽക്കുകയാണ് ജേസണിന്റെ ഫ്രണ്ട്സ്. അവരെ മൈൻഡ് പോലും ചെയ്യാതെ നിൽക്കുകയാണ് ഈതനും കേറ്റും. കേറ്റിന്റെ കൂട്ടത്തിലുള്ള ടിം ഫ്രാങ്ക്ലിന്റെ പക്കൽ നിന്ന് അയാൾക്ക് ഫിനിഷിംഗ് കംപ്ലീറ്റ് ചെയ്യാത്ത പൈപ്പ് ബോംബ് കിട്ടിയതെടുത്ത് ഈതന് നൽകി ആ കാര്യം പറയുമ്പോൾ ഇത് കയ്യിൽ പിടിക്കേണ്ടി വരും എന്ന് അത് വാങ്ങുകയാണ് ഈതൻ. ഈ സമയം പിൽച്ചറിന്റെ ക്യാബിനിലേക്ക് ഓടിയെത്തിയ പാം താൻ വന്ന കാര്യം പറയാൻ തുടങ്ങുന്നതിന് മുൻപ് ഓ നീ ഇപ്പോൾ വന്നത് നന്നായി, നമുക്ക് ഗ്രൂപ്പ് സിയെ ഉണർത്താൻ സമയമായി എന്ന് ഈ ആളുകളുടെ അവസാനം ഉറപ്പിച്ച പിൽച്ചർ പറയുമ്പോൾ ഇനി ഗ്രൂപ്പ് സിയോ? അവിടെ ഉള്ളവർ നമ്മുടെ ആളുകളാ, അവരൊക്കെ ഇപ്പോൾ കൊല്ലപ്പെടും, നീ ആ പവർ ഓണാക്ക്, എല്ലാം മതിയാക്ക് എന്ന് കരച്ചിലിന്റെ വക്കിലെത്തിയ പാം പറയുമ്പോൾ ഇനി എനിക്കത് പറ്റില്ല, ഒരുപാട് വൈകിപ്പോയി, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ടൗണിലുള്ളവർ മൊത്തം ദുർബലരാണ്, ഗ്രൂപ്പ് എയെ പോലെ ഇവരൊക്കെ ഓൾറെഡി മരിച്ചു, ഇനി നമുക്ക് ഒന്നേന്ന് തുടങ്ങണം. വിന്റർ വരുമ്പോൾ ഈ ആബീസ് ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യില്ലേ, അപ്പം നമുക്ക് അവിടെയൊക്കെ ശുദ്ധികലശം ചെയ്ത് ഒന്നേന്ന് തുടങ്ങാം. ഷെരീഫ് പോപ്പില്ല, ഈതനില്ല, ആ ഈതന്റെ കാര്യത്തിൽ എനിക്ക് തെറ്റിപ്പോയി എന്ന് പിൽച്ചർ നിൽക്കുമ്പോൾ നമുക്ക് ഇതുവരെ തെറ്റുപറ്റി ഡേവിഡ്, പക്ഷേ ഈ തവണ നമുക്ക് തെറ്റി തിരുത്താൻ അവസരമുണ്ട് എന്ന് നിൽക്കുകയാണ് പാം. ഇപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി, നമുക്ക് നേരിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുൻപത്തെ പോലെ ഐഡിയാസ് ചർച്ച ചെയ്യാം എന്ന് എന്താണെങ്കിലും തൻ്റെ പദ്ധതികൾക്ക് മുകളിൽ ചെല്ലാൻ നോക്കിയ ഗ്രൂപ്പ് ബിയിലെ ഈ ആളുകൾ ഇനി ജീവനോടെ വേണ്ടെന്ന് ഉറപ്പിച്ച് പിൽച്ചർ പറയുമ്പോൾ നമ്മൾ ഇനി ഒരു ഐഡിയാസും ചർച്ച ചെയ്യില്ല ഡേവിഡ്, നമുക്ക് ഈ ആളുകളുടെ കാര്യം നോക്കാം. ഞാൻ കണ്ണു അടച്ച് വർഷങ്ങളോളം നീയാണ് ശരിയെന്ന് ഫോളോ ചെയ്തു, പക്ഷേ ഇപ്പോൾ നിന്റെ ഈ ഗ്രേറ്റ് എക്സ്പെരിമെന്റ് വർക്കിംഗ് ആയി, നീ പവർ ഓൺ ചെയ്യ്, എന്നിട്ട് ആളുകളെ സഹായിക്കാൻ ഗാർഡ്സിനെ ടൗണിലേക്ക് വിട് എന്ന് പാം കരഞ്ഞു പറയും. ഗാർഡ്സിനെ വിളിക്കുകയാണ് പിൽച്ചർ, പക്ഷേ അത് പാമിനെ പിടിക്കാനായിരുന്നു എന്ന് മാത്രം. പിൽച്ചറിനെ സഹായത്തിന് വിളിച്ചു നിൽക്കുന്ന പാമിനെ അപ്പോഴേക്കും അവർ അവിടുന്ന് കൊണ്ടുപോയിരുന്നു. ശേഷം സർവേലൻസിലുള്ള സകലരെയും പിൽച്ചറിന്റെ സ്പെഷ്യൽ ഗാർഡ്സ് വളയുമ്പോൾ അവർ എല്ലാവരും ഭയന്ന് നിൽക്കുകയാണ്. ഒരു വശത്ത് മോൺസ്റ്റേഴ്സ് ഫെൻസിനോട് അടുത്ത് വരികയാണ്. അതേസമയം ഹോസ്പിറ്റലിൽ എമിയുടെ കണ്ടീഷൻ വീക്ക് ആണെന്ന് ഇപ്പോൾ എവിടേക്കും പോകരുതെന്ന് തെരേസയെ അറിയിക്കുകയാണ് ഡോക്ടർ. ഇവിടുന്ന് ഉടൻ പോകണമെന്നല്ലാതെ വേറെ മാർഗമില്ലെന്ന് തെരേസ നിൽക്കുമ്പോൾ ബെന്നിനോട് തന്റെ സാധനങ്ങൾ എടുക്കാൻ പറഞ്ഞ് അവരെക്കാൾ മുൻപേ റെഡിയാവുകയാണ് എമി. പെട്ടെന്ന് അവിടുത്തെ ജനറേറ്ററും ഓഫ് ആവുകയാണ്. അത് നോക്കാൻ പോവുകയാണ് ഡോക്ടർ. ഈ സമയം ഷെരീഫ് സ്റ്റേഷനിൽ കെയ്റ്റിനോട് ബങ്കറിൽ വെച്ച് കാണാമെന്ന് വാത്സല്യത്തിൽ പറഞ്ഞ് പിരിയാൻ പോകുന്ന ഈതനോടും കെയർഫുൾ ആയിരിക്കാൻ പറഞ്ഞു വിടുകയാണ് കെയ്റ്റ്. ശേഷം തന്റെ ആളുകളുമായി പോകാനിറങ്ങുന്ന കെയ്റ്റിനോട് ഇങ്ങനൊരു ദിവസം വരുമെന്ന് പിൽച്ചർ എപ്പോഴും പറയുമായിരുന്നു, കൂട്ടക്കൊലകളുടെ ദിവസം. അപ്പോഴും അദ്ദേഹം ഫസ്റ്റ് ജനറേഷനെ സംരക്ഷിക്കും, നീ
നിന്നെയും നിന്റെ കെട്ടിയോനെയും പോലെയുള്ളവർ അന്ന് തട്ടിപ്പോവും എന്ന് വിളിച്ചു പറയുകയാണ് ജേസൺ. അവനോട് ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് പോവുകയാണ് കെയ്റ്റ്. തങ്ങളെ അവിടെ ഒറ്റയ്ക്കിട്ടിട്ട് പോകരുതേ എന്ന് വിളിച്ചു പറഞ്ഞു നിൽക്കുകയാണ് ജേസന്റെ ഫ്രണ്ട്സ്. ഈ സമയം ഹോസ്പിറ്റലിൽ ജനറേറ്റർ ഓൺ ആക്കാൻ വന്ന ഡോക്ടറിനെ പെട്ടെന്നൊരു മോൺസ്റ്റർ ചാടി വീണ് കൊല്ലുകയാണ്. അതെ, ഹോസ്പിറ്റലിൽ മോൺസ്റ്റർ കയറി. ആളുകളെ ഇങ്ങനെ കൊലയ്ക്ക് കൊടുത്തിട്ട് ഒരു സോങ് ഒക്കെ പ്ലേ ആക്കി കൂളായിട്ട് നിൽക്കുന്ന പിൽച്ചർ അങ്ങനെ മോൺസ്റ്റേഴ്സ് ആ നഗരത്തിൽ വ്യാപിക്കുമ്പോൾ പുസ്തകം വായിക്കാൻ തുടങ്ങുകയാണ്. വെപ്പൺസ് ഒക്കെയായി എത്തിയ കെയ്റ്റും ആളുകളും ടൗണിലുള്ളവർക്ക് ബങ്കറിലെത്തുന്നത് വരെ സുരക്ഷ ഒരുക്കി മോൺസ്റ്റേഴ്സിനെ നേരിടാൻ നിൽക്കുമ്പോൾ അവിടുന്ന് ഓടി ഒളിക്കുന്ന ബില്ലിനെ പിച്ച് ചീന്തുകയാണ് ഒരു മോൺസ്റ്റർ. ഭയം നോടുന്ന അർലിന് മേലേക്ക് മറ്റൊരു മോൺസ്റ്റർ ചാടി വീഴാൻ തുടങ്ങുമ്പോൾ കെയ്റ്റ് അതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അതേസമയം തന്റെ ആളുകൾ തനിക്കെതിരെ തിരിഞ്ഞ് പിൽച്ചറിനെ അനുസരിക്കുന്നത് കണ്ട് ഡേവിഡ് നിങ്ങളെ എങ്ങനെ കൺവിൻസ് ചെയ്തു? ക്രിസ്റ്റീന, എനിക്കറിയാം നീ നിന്റെ ഡ്യൂട്ടി ചെയ്യുന്നു എന്നാ കരുതുന്നതെന്ന്. പക്ഷെ അല്ല, ഇപ്പൊ നടക്കുന്നതൊക്കെ വളരെ വലിയ തെറ്റാ. റോബർട്ട്, പോൾ, നമ്മളൊക്കെ നമ്മുടെ ഓൾഡ് വേൾഡ് ലൈഫ് ഉപേക്ഷിച്ച് പിൽച്ചറിനൊപ്പം ഇവിടെ വന്ന കാര്യം വർക്കിംഗ് ആയി. ഇവിടെ ഈ വർഷം ഒരുപാട് പ്രഗ്നൻസീസ് വരെ ഉണ്ട്. നമ്മുടെ ഡ്യൂട്ടി മാനവികതയെ സംരക്ഷിക്കുക എന്നതാ, അല്ലാതെ ഡേവിഡ് പിൽച്ചറിനെ അനുസരിക്കാനല്ല എന്ന് പാം പറയുമ്പോൾ പിൽച്ചറാണ് നമ്മുടെ രക്ഷകൻ എന്ന് പറയുകയാണ് ഗാർഡ് ക്രിസ്റ്റീന. അത് കേട്ട് ഡേവിഡ് രക്ഷകനൊന്നും അല്ല, അവൻ ദൈവവും അല്ല, സാധാരണ ഒരു മനുഷ്യൻ, അത്രേ ഉള്ളൂ. അവനും തെറ്റുപറ്റി. ഇപ്പോഴും സമയമുണ്ട്, നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്ന് പറയുന്ന പാമ്പിനെ പെട്ടെന്ന് ഷോക്ക് കൊടുത്ത് നിലത്തിടുകയാണ് ഗാർഡ്സിൽ ഒരാൾ. പക്ഷേ പാം പറഞ്ഞതിൽ ശരിയില്ലെന്ന് നിൽക്കുകയാണ് മറ്റൊരു ഗാർഡ് പോൾ. അയാളെ മിണ്ടാ നിന്നോണം എന്ന് വിരട്ടുകയാണ് പാമ്പിന് ഷോക്ക് നൽകിയ ആൾ. ശേഷം എല്ലാവരോടും ഹൈബർനേഷൻ ചേംബേഴ്സിലേക്കുള്ള സ്യൂട്ട് എടുത്തിടാൻ ഭീഷണിപ്പെടുത്തുകയാണ് അയാൾ. ഭയന്ന് എല്ലാവരും അതനുസരിക്കുകയാണ്. ഈ സമയം സ്റ്റേഷനിൽ ജേസണിനെയും ഫ്രണ്ട്സിനെയും രക്ഷിക്കാൻ ഫസ്റ്റ് ജനറേഷനിലെ മറ്റ് ചില വിദ്യാർത്ഥികൾ വരികയാണ്. ലോക്കപ്പ് തുറന്ന് പുറത്തിറക്കിയ ജേസണിനോട് പുറത്ത് എല്ലായിടത്തും ആബീസ് ഉണ്ടെന്നറിയിക്കുന്ന അവരോട് പിൽച്ചർ നമ്മളെ വിശ്വസിക്കുന്നുണ്ട്, നമ്മളാണ് വേവ്ഡ് പൈൻസിന്റെ ഭാവി, നമുക്ക് ആർക്കുണ്ടാക്കാം, എല്ലാം അതിനെ ആശ്രയിച്ചാ ഉള്ളത് എന്ന് ജേസൺ ഇവിടെ പഴയ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെന്ന പോലെ അവരോട് ഓരോന്നും നിർദ്ദേശിക്കുകയാണ്. ടൗണിലാവട്ടെ കെയ്റ്റിന്റെ ആളുകൾ മോൺസ്റ്റേഴ്സിനെ നേരിടുകയാണ്. ആ സമയത്താണ് കെയ്റ്റിന്റെ ബുള്ളറ്റ്സ് തീരുന്നത്. കെയ്റ്റിന് പുറകിൽ മോൺസ്റ്റർ ഉണ്ടെന്ന് ടിം വിളിച്ച് പറയുമ്പോൾ നേരെ തന്റെ ടോയ് സ്റ്റോറിലേക്ക് കയറി ഓടുകയാണ് കെയ്റ്റ്. അവിടെ നിന്ന് ടിമ്മിന്റെ റൈഫിൾ ആവട്ടെ ജാമു ആവുകയാണ്. സ്റ്റോറിലേക്ക് ഓടിയ കെയ്റ്റിനെ കണ്ട് പിന്നാലെ പോവുകയാണ് മോൺസ്റ്റർ. അതിനെ കണ്ട് വേഗം വാതിലടിച്ച് ഹരോൾഡ് നിൽക്കാറുള്ള ആ റൂമിൽ നിൽക്കുകയാണ് കെയ്റ്റ്. ഹരോൾഡിന്റെ ആ വർക്ക് ഏരിയയിൽ അയാളുടെ ഓർമ്മയിൽ കെയ്റ്റ് വിഷമിക്കുമ്പോഴാണ് പെട്ടെന്ന് സീലിംഗ് പൊളിച്ച് മോൺസ്റ്റർ അകത്തേക്ക് ചാടുന്നത്. അതോടെ പെട്ടെന്ന് കയ്യിൽ കിട്ടിയ ഇരുമ്പ് കമ്പി കൊണ്ട് മോൺസ്റ്ററിന്റെ കാലിലടിച്ചിടുന്ന കെയ്റ്റ് അത് എഴുന്നേൽക്കുന്നതിന് മുൻപേ അതിന്റെ തലക്കിട്ട് ആഞ്ഞടിച്ച് കലി തീരാതെ അടിച്ച് തല ചതച്ച് കൊല്ലുകയാണ്. മറുവശത്ത് ഹോസ്പിറ്റലിൽ ബെന്നിനെയും എമിയെയും കൂട്ടി പുറത്തേക്ക് നടക്കുന്ന തെരേസ മോൺസ്റ്ററിനെ കണ്ട് ഒളിച്ചു നിൽക്കുകയാണ്. ശേഷം അവർ നിന്ന സ്ഥലത്ത് പതിയെ ജനൽ ക്ലോസ് ചെയ്യാൻ പോകുന്നതും തെരേസയുടെ കയ്യിൽ മോൺസ്റ്റർ പിടിക്കുകയാണ്. എങ്ങനെയോ മോൺസ്റ്ററിന്റെ കൈ വെട്ടിക്കുകയാണ് തെരേസ. മോൺസ്റ്റർ തങ്ങളെ കണ്ടു, കഥ കഴിഞ്ഞു എന്ന് ഭയന്ന് നിലത്തിരിക്കുകയാണ് ബെന്നും എമിയും. പെട്ടെന്ന് അവിടെ കണ്ട ഒരു സിറിഞ്ച് എടുത്ത് നിൽക്കുന്ന തെരേസ പാഞ്ഞെടുക്കുന്ന മോൺസ്റ്ററിന്റെ കണ്ണിലേക്ക് ആ സിറിഞ്ച് കൊണ്ട് കുത്തുകയാണ്. കണ്ണുപൊട്ടി വേദനയിൽ പുറകിലേക്കായുന്ന ആ ജന്തു ബുള്ളറ്റ് ഏറ്റ് തെറിക്കുകയാണ്. അവിടേക്കെത്തിയ ഈതൻ ഷൂട്ട് ചെയ്തതായിരുന്നു അത്. അവിടുന്ന് എല്ലാവരെയും ബങ്കറിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഈതൻ. ഈ സമയം ടോയ് സ്റ്റോറിന് പുറത്തേക്ക് ഇറങ്ങുന്ന കെയ്റ്റ് അവിടെ എല്ലാവരും കൊല്ലപ്പെട്ടതും ടിമ്മിനെയും മോൺസ്റ്റർ ഭക്ഷിക്കുന്നതും കണ്ട് വിറച്ചു പോവുകയാണ്. കെയ്റ്റിനെ കാണുന്ന ആ മോൺസ്റ്റർ പക്ഷെ ടിമ്മിനെ തിന്നു തീർക്കുന്ന ധൃതിയിൽ കെയ്റ്റിന്റെ അടുത്തേക്ക് പോവാതിരിക്കുമ്പോൾ അല്പജീവൻ ബാക്കിയായി കിടന്ന ടിം വിരലനക്കി കെയ്റ്റിന് തന്റെ ബാഗ് കാട്ടിക്കൊടുക്കുകയാണ്. പതിയെ ആ ബാഗ് എടുത്ത് അവിടുന്ന് രക്ഷപ്പെടുകയാണ് കെയ്റ്റ്. പിന്നീട് ഏകദേശം എല്ലാവരും ബങ്കറിനുള്ളിലെത്തിയിരുന്നു. അവിടെയുള്ള ടണൽസ് എവിടേക്കാണ് പോകുന്നതെന്ന് സംശയം തിരക്കുകയാണ് ബെൻ. ആ കാര്യം മെഗനോട് വന്ന് തിരക്കുകയാണ് ഈതൻ. കാരണം പിൽച്ചറിനൊപ്പം ആദ്യം മുതൽക്കേ അവർ അവിടെ ഉണ്ടല്ലോ. എനിക്കറിയില്ല, ഇവിടെയുള്ള എല്ലാവരും ഇപ്പൊ മരിക്കണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാമാവ്, പിൽച്ചർ നമ്മളെ രക്ഷിക്കും എന്നതിന് മറുപടി പറയുകയാണ് മെഗൻ. അത് കേട്ട് മണ്ടത്തരം പറയാതെ, അയാളെ നമ്മളെ കൊല്ലാൻ നോക്കുന്നത്, അത് മനസ്സിലായില്ലേ എന്ന് ഈതനും. പിൽച്ചർ നമ്മളെ എപ്പോഴും കാണുന്നുണ്ട് എന്നല്ലേ നിങ്ങൾ പറഞ്ഞേ, അപ്പൊ പിന്നെ ഇതൊക്കെ പിൽച്ചർ അല്ല ചെയ്യുന്നതെങ്കിൽ അയാൾ എവിടെ? അയാളെ നമ്മളെ കൊല്ലാൻ നോക്കുന്നത്. നിങ്ങൾ പറഞ്ഞില്ലേ ഈ ആർക്കിൽ ഒരു വിള്ളലുണ്ടായാൽ എല്ലാവരും മുങ്ങുമെന്ന്, അയാൾ നമ്മളെയൊക്കെ അങ്ങനെ മുക്കിക്കൊല്ലാൻ നോക്കുക എന്ന് ബെന്നും വന്ന് പറയുമ്പോൾ ഉത്തരമില്ലാതെ നിൽക്കുന്ന മെഗനോട് തങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ അധിക നേരം നിൽക്കാൻ സമയമില്ലെന്ന് ടണൽസിനെ പറ്റി വീണ്ടും ചോദിക്കുകയാണ് കെയ്റ്റ്.
അതോടെ ഇവിടുന്ന് വെസ്റ്റ് ഭാഗത്തേക്കുള്ള ടണൽ ഒരു എലവേറ്ററിൽ എത്തിക്കുമെന്നും അതിന്റെ കോഡ് പറഞ്ഞു കൊടുക്കുന്ന മെഗൻ അതിലൂടെ നേരെ എല്ലാവർക്കും മൗണ്ടൈൻ കോംപ്ലക്സിൽ പിൽച്ചറിനരികിൽ എത്താമെന്ന് അറിയിക്കുകയാണ്. അത് കേട്ട് താനും കേറ്റും അവിടെ പോയി നോക്കിയിട്ട് വരാമെന്ന് തെരേസയെ അറിയിക്കുകയാണ് ഈതൻ. പിൽച്ചറിന്റെ അടുത്തേക്ക് തങ്ങൾ പോകുന്നത് അയാൾ കണ്ടാൽ എന്ത് ചെയ്യുമെന്ന് തിരക്കുന്ന കേറ്റിനോട് എന്താണെങ്കിലും നേരിടാമെന്ന് നിൽക്കുകയാണ് ഈതൻ. ശേഷം തെരേസയുടെ കയ്യിലെ മോൺസ്റ്റർ ആക്രമിച്ച മുറിവ് ഡ്രസ് ചെയ്യുകയാണ് കേറ്റ്. ഹറോൾഡിന്റെ കാര്യത്തിൽ തനിക്ക് വിഷമമുണ്ടെന്ന് കേറ്റിനെ അറിയിക്കുന്ന തെരേസ, നിനക്ക് ഹറോൾഡിനെ ശരിക്കും ഇഷ്ടമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പാമായിരുന്നു തന്നെയും ഹറോൾഡിനെയും ചേർത്ത് വെച്ചതെന്നും പിന്നീട് എപ്പോഴോ തങ്ങൾക്കിടയിൽ ഇഷ്ടമുണ്ടായെന്നും അറിയിക്കുകയാണ് കേറ്റ്. ഈ സമയം ബെന്നിന് ഗൺ യൂസ് ചെയ്യേണ്ട വിധം കാണിച്ചു കൊടുക്കുകയാണ് ഈതൻ. കുറ്റബോധത്തിൽ നിൽക്കുന്ന ബെൻ ഹോസ്പിറ്റലിൽ വെച്ച് താൻ പരസ്യമായി ഈതനെ അപമാനിക്കുന്ന തരത്തിൽ ചിലത് പറഞ്ഞു എന്ന് മാപ്പ് ചോദിക്കുകയാണ്. ബെൻ പറഞ്ഞതൊക്കെ താൻ കേട്ടായിരുന്നു എന്ന് അറിയിക്കുന്ന ഈതൻ, നീ എൻ്റെ മോന, ഐ ലവ് യു, നമ്മൾ ഇതൊക്കെ മറികടക്കും എന്ന് ബെന്നിനെ ഹഗ് ചെയ്യുകയാണ്. പിന്നീട് എല്ലാവരും ടണൽ നോക്കി നടക്കുമ്പോൾ അവർക്കൊപ്പം പോകാതെ നിൽക്കുന്ന മെഗനെ വിളിക്കുകയാണ് അവരുടെ ഭർത്താവ്. എന്നാൽ ഞാൻ എൻ്റെ 2-3 സ്റ്റുഡൻസിനെ മുകളിൽ കണ്ടായിരുന്നു. ഇനിയും വേറെ കുട്ടികൾ അവിടെ കാണും, എനിക്ക് ഉറപ്പുണ്ട്. അവർ വന്നാൽ അവർക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആരെങ്കിലും ഇല്ലെങ്കിൽ അവർ മരിച്ചു പോകും എന്ന് നിൽക്കുകയാണ് മെഗൻ. തനിക്കൊപ്പം വരാൻ അവരോട് നിർബന്ധിച്ച് നിൽക്കുകയാണ് അവരുടെ ഭർത്താവ്. പക്ഷേ അപ്പോഴും ഫസ്റ്റ് ജനറേഷൻ സംരക്ഷിക്കപ്പെടുമെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതാ. നിങ്ങളിപ്പോൾ പൊയ്ക്കോ, ഞാൻ പുറകെ വരാം, നമുക്ക് അവിടെ വെച്ച് കാണാം എന്ന് ഉറപ്പിച്ച് മെഗൻ നിൽക്കുമ്പോൾ അവരുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് പോവുകയാണ് അവരുടെ ഭർത്താവ്. അതേസമയം ക്ലാസ്സിലേക്ക് വരുന്ന ജേസൺ തൻ്റെ ഫിംഗർ പഞ്ച് ചെയ്ത് ഒരു രഹസ്യ ഡോർ ഓപ്പൺ ചെയ്ത് അതിനുള്ളിലെ സാധനങ്ങളുടെ ഗോഡൗൺ മറ്റു സ്റ്റുഡൻസിനെ കാണിച്ചു കൊടുത്ത്, ഇതുപോലൊരു അടിയന്തരാവസ്ഥ പിൽച്ചർ മുൻപേ കണ്ടിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം നമുക്ക് വേണ്ടതൊക്കെ ഇവിടെ ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത് എന്ന് തങ്ങളെല്ലാം മോൺസ്റ്റേഴ്സിൽ നിന്ന് സേഫ് ആയെന്ന് നിൽക്കുകയാണ്. ശരിക്കും മെഗനേക്കാൾ ഈ ജേസണിന് കാര്യങ്ങൾ അറിയാമെന്ന് തോന്നുന്നു അല്ലേ? അതെങ്ങനെയാവും? അതിനുത്തരം സീസൺ 2-ലുണ്ടാവും. മറുവശത്ത് ടണലിനുള്ളിൽ കേറ്റും താനും പിൽച്ചറിന്റെ കോംപ്ലക്സിലെത്തി അവിടെ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കി എല്ലാം സേഫ് ആക്കിയിട്ട് അങ്ങോട്ടേക്ക് വിളിക്കാമെന്ന് തെരേസയ്ക്ക് ഓക്കി നൽകിയിട്ട് ലിഫ്റ്റിൽ കയറുകയാണ് ഈതൻ. അതേസമയം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ ഒരു സഹതാപവും ഇല്ലാതെ തനിക്കെതിരായെന്ന് സ്വന്തം സഹോദരി പാമിനെ ഹൈബർനേഷൻ ചേംബറിൽ ഉറക്കാൻ ഓർഡർ ഇട്ട് അത് നോക്കി നിന്നിട്ട് പോവുകയാണ് പിൽച്ചർ. അപ്പോഴേക്കും പിൽച്ചറിന്റെ കോംപ്ലക്സിലെത്തിയ ഈതനും കേറ്റും അയാളുടെ ഗാർഡ്സിനെ നേരിടാനും തുടങ്ങിയിരുന്നു. ബഹളം കേട്ട് പാമിന്റെ ഭാഗത്ത് നിന്ന് സെക്യൂരിറ്റി ഗാർഡ്സും ഓടുമ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന പോൾ എന്ന ഗാർഡ് അവിടെ നിന്ന് ക്രിസ്റ്റീന എന്ന ലേഡിയോട് പാമിനെ ഉണർത്താൻ പറഞ്ഞ് അവരെ ഗൺ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. ഈ സമയത്ത് കേറ്റും ഈതനും പിൽച്ചറിന്റെ സെക്യൂരിറ്റി ഗാർഡ്സിനെ മുഴുവൻ ലോക്കാക്കിയിരുന്നു. ശേഷം ടണലിൽ നിന്ന് എല്ലാവരും മുകളിലേക്ക് വന്നോളാൻ തെരേസയ്ക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ഈതൻ. ഈ സമയം എന്തോ ശബ്ദം കേട്ട് നോക്കുന്ന മെഗൻ അത് തന്റെ സ്റ്റുഡൻസ് ആവുമെന്ന് കരുതി നിൽക്കുമ്പോൾ പെട്ടെന്ന് ബങ്കർ ഡോർ തകർന്നു വീഴുന്നതും മോൺസ്റ്റേഴ്സിന്റെ അലർച്ചയും കേട്ട് നടുങ്ങി നിൽക്കുകയാണ്. അതെ, മോൺസ്റ്റേഴ്സ് അവിടേക്ക് ചാടിയെത്തി. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ എലവേറ്ററിൽ ലോഡ് ഫുള്ളായി അടുത്ത തവണ പോകാമെന്ന് നിൽക്കുകയാണ് ബെന്നും തെരേസയും. മോൺസ്റ്റേഴ്സിന്റെ സൗണ്ട് കേട്ട് അവറ്റകൾ വരുന്നത് മനസ്സിലാക്കി ഗണ്ണുമായി തയ്യാറായി നിൽക്കുകയാണ് ബെൻ. അപ്പോഴേക്കും മുകളിലെത്തിയവരുടെ കൂട്ടത്തിൽ ബെന്നും തെരേസയും ഇല്ലെന്ന് കാണുന്ന ഈതൻ അവരെ തിരഞ്ഞു നിൽക്കുമ്പോൾ അവർ താഴെയുണ്ടെന്നും ആബീസും അവിടെ എത്തിയിട്ടുണ്ടെന്നും അറിയിക്കുകയാണ് എമി. അതോടെ കേറ്റിന്റെ പക്കലുള്ള പൈപ്പ് ബോംബ്സ് ഉള്ള ബാഗ് ചോദിക്കുകയാണ് ഈതൻ. അത് കൊടുക്കാൻ മടിച്ചു നിൽക്കുന്ന കേറ്റിൽ നിന്ന് അത് പിടിച്ചു വാങ്ങി ഈതൻ പോകുമ്പോൾ സൂക്ഷിക്കണം എന്നയാളെ ഓർമ്മിപ്പിച്ചു വിടുകയാണ് കേറ്റ്. പിൽച്ചറിനെ കണ്ടുപിടിച്ച് പവർ ഓൺ ചെയ്യിക്കുക എന്ന് കേറ്റിനെ പറഞ്ഞേൽപ്പിച്ചു പോവുകയാണ് ഈതൻ. താഴെ അപ്പോഴേക്കും ബുള്ളറ്റ്സ് തീർന്നു നിൽക്കുകയാണ് ബെൻ. അവിടേക്ക് ഓടിയെത്തുന്ന ആബിയെ ഷൂട്ട് ചെയ്ത് അവിടെ എത്തുകയാണ് ഈതൻ. ശേഷം എല്ലാവരുമായി ഈതൻ എലവേറ്ററിൽ കയറുമ്പോൾ എല്ലാവരും രക്ഷപ്പെട്ടു എന്നൊന്ന് ആശ്വസിക്കാൻ വരികയാണ്. പക്ഷെ പെട്ടെന്നാണ് എലവേറ്റർ ഇളകുന്നതും അത് ഓഫ് ആവുന്നതും. അതോടെ പകുതിയിൽ കുടുങ്ങുകയാണ് അവർ എല്ലാം. മോൺസ്റ്റേഴ്സ് ഷാഫ്റ്റിലും കയറി എന്ന് മനസ്സിലാക്കിയത് പറയുന്ന ബെൻ എത്രയും വേഗം തങ്ങൾ ഇതിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് പറയുകയാണ്. അങ്ങനെ ആ എലവേറ്ററിന്റെ സീലിംഗ് ഡോർ ഓപ്പൺ ആക്കി ബെന്നിനെ പുറത്തിറക്കുന്ന ഈതൻ, ബെൻ അവിടെ നീ എന്താ കാണുന്നേ എന്ന് തിരക്കുമ്പോൾ ഒരു ലാഡർ ഉണ്ടെന്നും ഒരു ഡോറും കാണുന്നുണ്ടെന്നും ഈതനോട് പറയുകയാണ് ബെൻ. ഈ സമയം കൊണ്ട് ഷാഫ്റ്റിലൂടെ 100 കണക്കിന് മോൺസ്റ്റേഴ്സ് പാഞ്ഞു കയറുകയാണ്. അതോടെ എല്ലാവരും ആ ഷാഫ്റ്റിന് മുകളിൽ കയറുകയാണ്. താഴേന്ന് ബാക്കിയുള്ളവർ വരാൻ വൈകുന്നതിൽ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് എമി. തെരേസ തങ്ങളുടെ മകനൊപ്പം ഉണ്ടാവണമെന്ന് അവരോട് പറയുന്ന ഈതൻ അവസാനമായിട്ട് എന്ന പോലെ തെരേസയെ കിസ് ചെയ്ത് ഹഗ് ചെയ്യുകയാണ്. ശേഷം അമ്മയും പിടിച്ചു കയറ്റി ഈതൻ കയറാൻ കൈ നീട്ടുകയാണ് ബെൻ. പക്ഷെ ബെന്നിന്റെ കയ്യിൽ പിടിക്കാത്ത ഈതൻ, നീ പൊയ്ക്കോ, ഞാൻ പുറകെ വരാം എന്ന് പറയുമ്പോൾ ഈതനെ വരാൻ നിർബന്ധിച്ച് വിളിക്കുകയാണ് ബെൻ.
നമ്മളിവിടെ ഒരു ടീമായി നിൽക്കണം. അവറ്റകൾ മുകളിലേക്ക് വരാതെ നോക്കണ്ടേ? നിന്റെ അമ്മ, എമി ഒക്കെ നീ ചെല്ലാൻ നോക്കി നിൽക്കൂ, അപ്പോ ഞാൻ പുറകെ വരാം എന്ന് ബെന്നിനെ പറഞ്ഞു വിടുകയാണ് ഈതൻ. അങ്ങനെ ലാഡറിലൂടെ മുകളിലേക്ക് കയറുന്ന അവരെല്ലാം ഒടുവിൽ വിൻഡോയിൽ തട്ടി വിളിക്കുന്നത് കേട്ട് പുറത്ത് ആളുണ്ടെന്ന് വിൻഡോ ഓപ്പൺ ചെയ്യാൻ ഓടി ചെല്ലുകയാണ് അകത്തുള്ളവർ. ശേഷം ഓരോരുത്തരെയായി കൈ കൊടുത്ത് അവർ ഉള്ളിലേക്ക് കയറ്റുകയാണ്. ഈ സമയം എലവേറ്ററിനുള്ളിൽ ഒറ്റയ്ക്കിരുന്ന് പൈപ്പ് ബോംബ് ഫിക്സ് ചെയ്യുന്ന ഈതനെ ക്യാമറയിലൂടെ കാണുന്ന പിൽച്ചർ. അവരെല്ലാം മുകളിലെത്തി. എഴുന്നേൽക്കീതൻ, നീ അങ്ങോട്ട് ചെല്ല്, അവറ്റകൾ എല്ലാവരെയും കൊല്ലട്ടെ. ഞാൻ പറഞ്ഞതല്ലേ ആളുകളോടൊന്നും പറയരുത്, സത്യം അറിഞ്ഞ എല്ലാവരും കൊല്ലപ്പെടുമെന്ന്. പക്ഷെ നീ അത് കേട്ടില്ല എന്ന് മൈക്കിലൂടെ ഈതനോട് വിളിച്ചു പറയുകയാണ്. ആ സമയത്ത് പിൽച്ചറിനരികിലെത്തിയ ഡോ ഫെൻസിന്റെ പവർ ഓണാക്ക്, ഇനി ഇവിടെ ആരും മരിക്കരുത് എന്ന് പിൽച്ചറിനോട് പറയുമ്പോൾ, എടി ഞാൻ എൻ്റെ ജീവിതം മൊത്തം ഈ ആളുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാ. ഇവിടെ വന്ന് എന്നെ ശരിയും തെറ്റും പഠിപ്പിക്കാൻ നീ ആരാ? നീ ഇവിടെ ഉള്ളത് തന്നെ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് കൊണ്ടാ. നിന്നെയും ലവനെയും. ഇവിടെ ആരും സ്വതന്ത്രരല്ല, സ്വാതന്ത്ര്യമല്ല, മനുഷ്യവംശത്തിന്റെ സംരക്ഷണമാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ആളുകളെ അവരുടെ സമ്മതമില്ലാതെ പിടിച്ചുകൊണ്ടുവന്ന് 2000 വർഷങ്ങൾക്ക് ശേഷം ജയിൽ എന്ന പോലെ ഇട്ട് ആരും ഇവിടെ സ്വന്തം തീരുമാനത്തിൽ ജീവിക്കേണ്ട എന്ന് ഭീഷണിയും പെടുത്തി അനുസരിക്കാൻ തയ്യാറല്ലാത്തവരെ കൊല ചെയ്തും മനുഷ്യരില്ലാത്ത ഒരു കാലത്തിൽ മനുഷ്യവംശം നിലനിർത്തുകയാണ് താനെന്ന് അതിന് ന്യായീകരണവും പറഞ്ഞ് സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു സൈക്കോ ഇങ്ങനെ പ്രസംഗിച്ച് നിൽക്കുമ്പോൾ ഈ സമയം കൊണ്ട് ബെന്നും മുകളിലെത്തിയിട്ടുണ്ടാവും എന്ന് ഊഹിക്കുകയാണ് ഈതൻ. ഞാൻ മരിച്ചാലും എൻ്റെ ആശയങ്ങൾ ഇവിടെ നിലനിൽക്കും. നീ വേണമെങ്കിൽ എന്നെ കൊന്നോ, എൻ്റെ ആശയങ്ങൾ ഇവിടെ എല്ലാം ഉണ്ട് എന്ന് പിൽച്ചർ അഹങ്കാരത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് പിൽച്ചറിന്റെ മേൽ ബുള്ളറ്റ് തറയ്ക്കുകയാണ്. പക്ഷെ ഷൂട്ട് ചെയ്തത് കെയ്റ്റ് ആയിരുന്നില്ല, പാമായിരുന്നു. പാമിനൊപ്പം ഹൈബർനേഷൻ ചേംബറിൽ നിന്ന് ഉണർന്ന സർവേലൻസ് ഓഫീസർ പവർ താൻ ഓൺ ആക്കാമെന്ന് പറഞ്ഞ് കയറിയിരിക്കുമ്പോൾ മറ്റു മാർഗമില്ലാതെ തനിക്ക് കൊല്ലേണ്ടി വന്ന തന്റെ സഹോദരൻ പിൽച്ചറിനെ നോക്കി വിഷമിച്ച് നിൽക്കുകയാണ് പാം. അവിടെ നടന്നതൊക്കെ മൈക്കിലൂടെ കേട്ടിരുന്ന ഈതൻ മോൺസ്റ്റേഴ്സ് താൻ ഇരിക്കുന്ന ആ ഷാഫ്റ്റ് തകർത്തു അവറ്റകളുടെ കൈ പുറത്തേക്കിടുന്നത് കണ്ട് സ്വിച്ച് ഇല്ലാത്ത ആ ബോംബിൽ താൻ കൈ അമർത്തി ഓൺ ആക്കി വെക്കുക എന്നല്ലാതെ മറ്റു മാർഗമില്ല, അല്ലെങ്കിൽ മോൺസ്റ്റേഴ്സ് മുകളിലേക്കും എത്തുമെന്നും എല്ലാവരും കൊല്ലപ്പെടുമെന്നും മനസ്സിലാക്കി ബോംബിൽ കൈവച്ച് അമർത്തി തന്റെ കുടുംബത്തോടൊപ്പമുള്ള നിമിഷങ്ങൾ ഓർത്ത് അവിടെയുള്ള എല്ലാവർക്കുമായി ജീവൻ ത്യാഗം ചെയ്യുകയാണ്. പെട്ടെന്ന് ആ ഷാഫ്റ്റ് പൊട്ടിത്തെറിച്ച് ഒരു തീഗോളമായി താഴേക്ക് മോൺസ്റ്റേഴ്സുമായി പതിക്കുമ്പോൾ ആ സ്ഫോടനത്തിന്റെ ശബ്ദത്തിൽ ഈതൻ കൊല്ലപ്പെട്ടു എന്ന കാര്യം മനസ്സിലാക്കി ഷോക്കിൽ നിൽക്കുകയാണ് കെയ്റ്റ്. വെപ്രാളത്തിൽ ഈതനെ വിളിച്ച് ബെൻ പോവുമ്പോൾ ഈതൻ കൊല്ലപ്പെട്ടത് മനസ്സിലാക്കി പൊട്ടിക്കരയുകയാണ് തെരേസ. ഈതനെ വിളിച്ച് വിൻഡോയിലൂടെ താഴേക്ക് നോക്കി നിൽക്കുന്ന ബെന്നിന്റെ തലയ്ക്ക് ആ സ്ഫോടനത്തിൽ തെറിച്ച ഒരു പാറക്കഷ്ണം വന്നടിച്ച് ബെന്നിന്റെ ബോധം കെടുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ പാമിനോട് ആളുകളെല്ലാം ക്ഷീണിതരാണെന്ന് ബെഡും ഫുഡും വെള്ളവും ഒക്കെ തിരക്കുകയാണ് കെയ്റ്റ്. എല്ലാം താൻ സെറ്റാക്കി തരാമെന്ന് നിൽക്കുന്ന പാമിനോട് ഈതനും കൊല്ലപ്പെട്ടു, പിൽച്ചറും കൊല്ലപ്പെട്ടു. ഇനി പാമിനെ സഹായിക്കാൻ താൻ ഉണ്ടാവുമെന്ന്, അവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്ന് നിൽക്കുകയാണ് കെയ്റ്റ്. കെയ്റ്റിനെ ഗ്രൂപ്പ് സി, അതായത് ഇനി ഉണർത്തിയിട്ടില്ലാത്ത ആളുകളുടെ ഹൈബർനേഷൻ ചേംബേഴ്സ് കാട്ടിക്കൊടുക്കുകയാണ് പാം. അതിൽ മുൻപ് ഈതൻ കണ്ട അമാൻഡ എന്ന കൊച്ചിനെ കണ്ട് കെയ്റ്റ് അതിനരികിൽ ചെല്ലുമ്പോൾ എല്ലാം സൂക്ഷിച്ചു വേണമെന്നറിയിക്കുന്ന പാം. നമ്മളെല്ലാം ഇനി ഒരുമിച്ച് സർവൈവ് ചെയ്യും, കാര്യങ്ങൾ ഇനിയും ബെറ്ററാക്കും. ഇനി ഒരു നുണകളുമില്ല, ഒരു നിരീക്ഷണങ്ങളും ഇല്ല, ഒരു കൊലപാതകം പോലും ഇല്ല. നമ്മളെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കും, ഒരുമിച്ച് വിജയിക്കും. ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളാണ് അവസാന മനുഷ്യവംശം എന്നുകൂടി കാര്യങ്ങൾ വിവരിച്ച് ശാന്തമായ പുതിയൊരു സിവിലൈസേഷനെ കുറിച്ച് പറഞ്ഞു നിൽക്കുകയാണ്. ഈ സമയം പിൽച്ചറിന്റെ ഡെഡ് ബോഡി മാറ്റുകയാണ് ജോലിക്കാർ. ആ സീൻ അവിടെ കട്ടായിട്ട് തലയ്ക്ക് ക്ഷതമേറ്റ് ബോധം പോയ ബെന്നിനെ വിളിച്ചുണർത്തുകയാണ് നഴ്സ് എമി. ബോധം തെളിഞ്ഞതും ഞാനിതെവിടാ, എല്ലാവരും എവിടെ, നീ എന്തോ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടേക്കുന്നേ എന്ന് തിരക്കുകയാണ് ബെൻ. ഞാനിപ്പോൾ ഇവിടെ നേഴ്സാണ്, 2 മാസം മുമ്പ് ഗ്രാജുവേറ്റഡ് ആയി മിസ്റ്റർ ബർക്ക് എന്ന് എമി പറയുമ്പോൾ, അതിനെ നീ എന്നെ എന്തിനു മിസ്റ്റർ എന്നൊക്കെ വിളിക്കുന്നേ? അല്ല നീ ഡിഗ്രി കഴിഞ്ഞെന്നോ? ഞാൻ എത്ര നാളായി അൺകോൺഷ്യസ് ആയിട്ട് എന്ന് ബെൻ ചോദ്യങ്ങൾക്ക് മേൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ 3 years 4 months എന്നറിയിക്കുകയാണ് എമി. 3 വർഷം തനിക്ക് ബോധമില്ലായിരുന്നോ എന്ന ഞെട്ടലിൽ ബെൻ എഴുന്നേൽക്കുമ്പോൾ, ബെൻ പ്ലീസ് പതിയെ പറ, അവർ കേൾക്കും. നിനക്ക് അന്ന് ആ അപകടം പറ്റിയതിന് ശേഷം മുതിർന്നവരെയെല്ലാം അവർ കുറ്റവാളികളാക്കി. ഞാൻ നിന്നെ ഉണർത്താൻ നോക്കിയതാ, പക്ഷെ അവർ സമ്മതിച്ചില്ല. അവർ നിന്റെ അച്ഛനോട് ദേഷ്യത്തിലായിരുന്നു. പിൽച്ചറിന്റെ മരണത്തിന് കാരണം നിന്റെ അച്ഛനാണെന്ന് അവർ പറയുന്നേ. നീയും നിന്റെ അച്ഛനെ പോലാണെന്ന് അവർ കരുതുന്നേ.
പക്ഷേ നീ നിന്റെ അച്ഛനെ പോലെ അല്ലെന്ന് ഞാൻ പറഞ്ഞൊപ്പിച്ചു എന്നൊക്കെ പിൽച്ചർ മരിച്ചെങ്കിലും ഇവിടെ പിൽച്ചറിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതേപടി തുടരുന്നുണ്ട് എന്നത് എമി പറയുമ്പോൾ വേഗം തന്റെ ഡ്രസ്സൊക്കെ ചോദിച്ചു വാങ്ങി ബെഡിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് ബെൻ. വേണ്ട ബെൻ, അവർ കാണുന്നുണ്ട്, മുതിർന്നവരുടെ കൂടെ അവർ നിന്നെയും കുറ്റവാളിയാക്കും എന്ന് ബെന്നിനെ തടയാൻ നോക്കി വിഷമത്തിൽ നിൽക്കുകയാണ് എമി. പക്ഷേ അത് കേൾക്കാതെ പോവുകയാണ് ബെൻ. അങ്ങനെ ഒരിക്കൽ ആദ്യമായി ഈതൻ ഈ ടൗണിലെത്തി ചുറ്റും നോക്കി നിന്നതുപോലെ നിന്ന് ടൗണിലൂടെ മുന്നോട്ട് നടക്കുകയാണ് ബെൻ. ബെന്നിനെ കണ്ട് ഷെരിഫ് യൂണിഫോമിലുള്ള ജേസൺ പുച്ഛിച്ച് ചിരിച്ചു കടന്നു പോവുകയാണ്. പുതിയ കുഞ്ഞു പിള്ളേരെയും ടൗണിന് നടുവിലായി ഡേവിഡ് പിൽച്ചറിന്റെ സ്മാരകവും എല്ലാം കണ്ട് വട്ടുപിടിച്ച് നിൽക്കുകയാണ് ബെൻ. ഒപ്പം വേവേർഡിൽ നിന്ന് പോകാൻ ശ്രമിക്കുന്നവർക്ക് ക്രൂരമായ ശിക്ഷ ഉണ്ടെന്ന പോലെ അവിടെ കെട്ടിത്തൂക്കിക്കൊന്ന ഡെഡ് ബോഡീസും അവരുടെ കഴുത്തിലായി കുറ്റം എഴുതി തൂക്കിയ ബോർഡും നമുക്ക് കാണാമായിരുന്നു. അതെ, വേവഡ് പൈൻസിൽ ഒന്നും മാറിയിട്ടില്ല. മനുഷ്യന്മാരെ അവരുടെ സമ്മതമില്ലാത്ത ഒരു സ്ഥലത്ത് ജീവിക്കാൻ കൊണ്ടിടുന്നു. ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ കൊന്നിട്ട് അതിന് മാനവികതയുടെ സംരക്ഷണം എന്ന് പേരും. നമുക്ക് ചുറ്റുമുള്ള ചില ആളുകളെങ്കിലും ഇങ്ങനെ സ്വന്തം ഭാഗം മാത്രം നോക്കി അവർ പറയുന്നത് മാത്രം ശരിയെന്ന് ചിന്തിച്ച് മറ്റുള്ളവരെയും കുറച്ച് കാലത്തേക്കെങ്കിലും അവരുടെ ചിന്താഗതികൾ വിശ്വസിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം സെൽഫിഷ് സൈക്കോ ആയി കാണാം അല്ലേ? ഇവിടെ പിൽച്ചറും മെഗനും കൊല്ലപ്പെട്ടു. പക്ഷെ എന്നിട്ടും ശിക്ഷകൾ വീണ്ടും കടുപ്പിച്ച് ഇവിടം ഇപ്പോൾ ആരുടെ കൺട്രോളിലായിരിക്കും മുന്നോട്ട് പോകുന്നത്? ഇവിടെ ജേസൺ ഇപ്പോൾ ആരായിരിക്കും? പാമും കേറ്റും തെരേസയും ഒക്കെ എവിടെ? വേവഡ് പൈൻ സീസൺ 2 അതിനുള്ള ആൻസേഴ്സ് ഉണ്ട്. അതുപോലെ ഇവർക്കൊക്കെ ഇനി നോർമൽ ലൈഫ് ഉണ്ടാവില്ലേ? എന്താണെങ്കിലും നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻസിൽ അറിയിക്കൂ. നമുക്ക് വീണ്ടും മറ്റൊരു സീരീസിൽ ഉടനെ കണ്ടുമുട്ടാം. Till then, it's your Hyra signing off. Bye.